ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്നായിട്ട് ഞാൻ വണ്ണം വെച്ചിട്ടുണ്ടല്ലേ, 5 കിലോ എന്തോ ഞാൻ കൂടിയെന്ന് തോന്നുന്നു. സത്യമായിട്ട് ഞാനിപ്പോൾ വെയിറ്റ് ഒന്നും ചെക്ക് ചെയ്യാറില്ല. വെയിറ്റ് ചെക്ക് ചെയ്താൽ പേടിയാവും കേട്ടോ. അതുകൊണ്ട് വെയിറ്റ് ഒന്നും ചെക്ക് ചെയ്യാറേയില്ല. അതുകൊണ്ട് എത്ര കിലോ ഉണ്ടെന്ന് പോലും അറിയില്ല. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഞാനൊരു 56-57 അങ്ങനെ കളിച്ചുകൊണ്ട് നിന്നതാണ്. അല്ല, 56-55 കളിച്ചുകൊണ്ട് നിന്നത് ഞാനാണ്. മിക്കവാറും 60 കിലോ ആയിട്ടുണ്ടാവും കേട്ടോ. ദൈവമേ, മുന്നേ 5 കിലോ കുറച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ 10 കിലോ ഞാൻ കുറയ്ക്കണമല്ലോ എന്ന് ആലോചിച്ച് ഒരു മനസ്സമാധാനം കിട്ടുന്നില്ല കേട്ടോ. കിച്ചണിലെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പരിപാടികളായിട്ട് അങ്ങനെ നിൽക്കുക. ഇത് ഇപ്പോൾ ഞാൻ മീൻ വറുക്കാനായിട്ട് ഇട്ടത് കേട്ടോ. അയല മീനാണ്. അതിൻ്റെ മീൻ മുട്ട കുറച്ച് അതിലുണ്ടായിരുന്നു കേട്ടോ. അതിനിങ്ങനെ സെപ്പറേറ്റ് വെച്ചിട്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വറുത്ത് തിന്നാനായിട്ട് ഫ്രൈ ചെയ്തുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ അധികം ഒന്നും കിച്ചണിലൊക്കെ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ക്ലീനിങ് ഒക്കെ ആയിട്ട് അങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. ഇന്ന് രസവും വച്ചു, മീൻ വറുത്തതും വെച്ചു. വേറെ ഒന്നുമില്ല കേട്ടോ. രസവും മീൻ വറുത്തതും നല്ല കോമ്പിനേഷനാണ് അല്ലേ. സാമ്പാറും മീൻ വറുത്തതും നല്ല കോമ്പിനേഷനാണ്. അതുപോലെ പുളിശ്ശേരിയും മീൻ വറുത്തതും നല്ല കോമ്പിനേഷനാണ്. പുളിശ്ശേരി മീൻ കറിയും നല്ല കോമ്പിനേഷനാണ് അല്ലേ. അങ്ങനെ ഇന്നിപ്പോൾ വേറെ അതുകൊണ്ടൊന്നും വെച്ചില്ല. വെജിറ്റബിൾ കറികൾ ഒന്നും തന്നെ ഇല്ല. വെറും രസവും ഫിഷ് ഫ്രൈയും മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല കേട്ടോ, ഏട്ടൻ കഴിക്കും. ഏട്ടൻ ഇനിയിപ്പോൾ എന്തെങ്കിലും വേണമെങ്കിൽ തന്നെ ഞാനൊന്നും ഉണ്ടാക്കാനൊന്നും പോകുന്നില്ല കേട്ടോ. ഞാനിന്ന് കുറച്ച് ബിസി ആയിരുന്നു. വേറെ ഒന്നുമല്ല, ക്ലീനിങ് ആയിട്ട് അങ്ങനെ നിന്ന് കുറച്ച് ബിസി ആയിരുന്നു. ക്ലീനിങ് എന്നിട്ടൊന്നും എങ്ങും ആയിട്ടില്ല. വലയെല്ലാം അടിക്കണം. ഭയങ്കരമായിട്ട് വീടെല്ലാം വലയെല്ലാം പിടിച്ച് ആകെ അലങ്കോലമായിട്ട് കിടക്കുക കേട്ടോ. അതിനിടയ്ക്ക് എനിക്കൊന്ന് പുറത്തോട്ട് പോവേണ്ട ആവശ്യമുണ്ട്. ഇതെല്ലാം ഞാൻ തന്നെ നോക്കണ്ടേ, ഞാൻ തന്നെയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇന്നിപ്പോൾ കുക്കിങ്ങൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുടിയെല്ലാം ചീക്കി കെട്ടി ഒരു പോണി ടെയിലെല്ലാം കെട്ടി പോകാൻ നേരം നാക്കൊന്നും തിരിയുന്നില്ലല്ലോ. ദൈവമേ, എന്ത് പറ്റിയെന്നറിയില്ലല്ലോ. എന്തായാലും ഞാനൊന്ന് ഒരു കുഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ വീട്ടിലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. കുറച്ച് വീട്ടു സാധനങ്ങൾ വാങ്ങാനായിട്ട് വേദയ്ക്ക് ഡാൻസ് ക്ലാസ്സും ഉണ്ട്. അപ്പോൾ വേദ ഡാൻസ് ക്ലാസ്സിന് വിട്ട ശേഷം ഒന്ന് സ്മാർട്ട് ബസാറിലെല്ലാം പോയി കറങ്ങിയിട്ട് വരാമെന്ന് കരുതി ഞാനൊന്ന് റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. ഇനി ഡ്രസ് ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതല്ല കേട്ടോ ഡ്രസ്സ്, വേറെ ഡ്രസ്സാണ് ഇടുന്നത്. എന്തായാലും മുടിയെല്ലാം കെട്ടിയിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. ഷോപ്പിംഗ് വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോകുന്നുണ്ട്, അപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ പേരിട്ടു ഷോപ്പിംഗ് വ്ളോഗെന്ന്. പിന്നെ അത് കുറച്ച് നമ്മുടെ വീട്ടിലെ വിശേഷം കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഷോപ്പിങ്ങിന് പോകുന്നതിന് മുന്നേ ഞാനൊന്ന് എൻ്റെ റെഡിയായി വരാം. അപ്പോൾ അതിനു മുന്നേ എൻ്റെ സ്കിന്നിനെ ടോട്ടലി ട്രാൻസ്ഫോം ചെയ്തൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ നിങ്ങളെല്ലാവരും ടയേർഡായിട്ടുള്ള ഡൾ സ്കിന്നുമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കുള്ളതാണ്. ഞാനിപ്പോൾ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒന്നാണ് ന്യൂട്രിഡം ഫോമിംഗ് ക്ലെൻസർ. അതിനോടൊപ്പം തന്നെ ഞാൻ ഉപയോഗിക്കുന്ന മറ്റൊന്നാണ് ന്യൂട്രിഡമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷന്. ജസ്റ്റ് ലുക്ക് അറ്റ് മൈ സ്കിൻ, ഫ്രഷ്, ഗ്ലോയിങ് ആൻഡ് ഹെൽത്തി. ആദ്യം നമുക്ക് ന്യൂട്രിഡമിൻ്റെ ഫോമിംഗ് ക്ലെൻസറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഇത് ജെന്റിലും സൂപ്പർ എഫക്റ്റീവുമാണ്. ഈ ഒരു ഫോമിംഗ് ക്ലെൻസർ നമ്മുടെ സ്കിന്നിൻ്റെ നാച്ചുറൽ മോയ്സ്ചറൈസർ കുറയ്ക്കാതെ തന്നെ ഡീപ്ലി ക്ലെൻസ് ചെയ്യുന്നതാണ്. ഇറ്റ് റിമൂവ്സ് എക്സസ് ഓയിൽ, ഡേർട്ട് ആൻഡ് ഈവൻ മേക്കപ്പ്, ഓൾ വൈൽ സ്ട്രെങ്തനിങ് യുവർ സ്കിൻ ബാരിയർ. ഇതിൽ നിയാസിനമൈഡ്, പാന്തനോൾ, വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യും, ബ്രൈറ്റൻ ചെയ്യും, അതുപോലെ തന്നെ റിവൈസ് ചെയ്യുകയും ചെയ്യും. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് ഇറ്റ്സ് സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്പ്, ഈവൻ സെൻസിറ്റീവ് സ്കിൻ. ഓരോ വാഷ് കഴിയുമ്പോഴും നമ്മുടെ സ്കിൻ ഫീൽ സ്മൂത്ത്, ക്ലീൻ ആൻഡ് റിഫ്രഷ്ഡ്. ഇനി നമുക്ക് ന്യൂട്രിഡം മോയ്സ്ചറൈസിങ് ലോഷനിലേക്ക് പോവാം. ഈ ലൈറ്റ് വെയ്റ്റ് മോയ്സ്ചറൈസർ പാക്ക് ചെയ്തിരിക്കുന്നത് തന്നെ വിറ്റാമിൻ ഇ ഫോസ്ഫേറ്റിലാണ്. ഇത് നമ്മുടെ സ്കിന്നിൻ്റെ റെഡ്നെസ്, ആക്നെ സ്പോട്സ്, അതുപോലെ തന്നെ ഏജ് ആവുമ്പോൾ വരുന്ന ഫൈൻ ലൈൻസ്, സ്ട്രെച്ച് മാർക്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. വിത്ത് ഇറ്റ്സ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ബാരിയർ റിപ്പയർ പ്രോപ്പർട്ടീസ്, it keeps our skin calm, soft and hydrate all day long. അതുപോലെ തന്നെ ഇത് ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡഡ് ആണ്. ഓൾസോ പെർഫെക്റ്റ്ലി pH ബാലൻസ്ഡ് ഫോർ സെൻസിറ്റീവ് സ്കിൻ. ഈ രണ്ട് അമേസിംഗ് പ്രോഡക്ട്സ് നിങ്ങൾക്ക് ന്യൂട്രിഡം ഇന്ത്യാസ് ഒഫീഷ്യൽ വെബ്സൈറ്റിലും ഐബേരിയ സ്കിൻ ബ്രാൻഡ്സിലും അവൈലബിൾ ആണ്. ഈ പ്രോഡക്ട്സ് യൂട്യൂബ് കാർട്ടിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം. അതുപോലെ ലിങ്കും മറ്റു കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. ഒപ്പം തന്നെ കമൻറ്റിൽ പിൻ ചെയ്തേക്കാം ചെയ്യാവേ. ഗോ ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് ലെറ്റ് മീ നോ ഹൗ യുവർ സ്കിൻ ഫീൽസ്.
എന്നിട്ട് പോയി ടഭേന്ന് പറഞ്ഞിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷോപ്പിങ്ങിന് പോകാനായിട്ട് ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനി ഫൈനൽ ടച്ചപ്പ് എന്താണ്? യെസ്, ഒരു ലിപ്സ്റ്റിക് കൂടെ ഇട്ടാൽ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു കേട്ടോ. പിന്നെ മുടി ചിലപ്പോൾ ഒന്ന് ചീകി വെച്ചാൽ വെച്ച് അത്ര തന്നെ. ഇപ്പോൾ ഞാൻ എവിടെ പോയാലും കുറച്ച് ലിപ്സ്റ്റിക് ഇടും കേട്ടോ. സത്യം പറയാമല്ലോ, ലിപ്സ്റ്റിക് ഇടുമ്പോൾ കുറച്ച് ഭംഗിയൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എവിടെ പോയാലും കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇടാറുണ്ട്. പിന്നെ മുടി ചീകിയൊക്കെ വെച്ചിട്ട് പോകും. പിന്നെ ടൂ വീലറിലൊക്കെയാണ് പോകുന്നതെങ്കിൽ ഈ ചീകി വെച്ചിട്ട് പോയിട്ട് കാര്യമില്ല. ഞാൻ ടൂ വീലറിലാണ് പോകുന്നതെങ്കിൽ മുടി അഴിച്ചിടാറില്ല, കെട്ടി വെച്ചിട്ട് പോകാറുള്ളൂ. പിന്നെ എവിടെയെങ്കിലും ചെന്ന് അത് അഴിച്ചിട്ടാലും ഒരുമാതിരി വല്ലാണ്ടിരിക്കും കേട്ടോ. ഇന്നിപ്പോൾ ടൂ വീലറിലാണ് ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് നല്ല കാര്യമായിട്ട് മഴയുണ്ട് കേട്ടോ. ഇതിപ്പോൾ വേദയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. വേദ ഡാൻസ് ക്ലാസ്സിന് വിട്ട ശേഷം ഞാൻ നേരെ സ്മാർട്ട് ബസാറിലേക്ക് വന്നിരിക്കുകയാണ്. കാര്യമായിട്ടുള്ള മഴയും കാറ്റും ഒക്കെ ഉണ്ട്. കാറും എടുത്തിട്ട് ഞാൻ വന്നില്ല കേട്ടോ. കാരണം കാർ എടുത്തിട്ട് ഈ മഴയത്തൊക്കെ വന്നാൽ വലിയ പാടാണ്. എനിക്ക് വെയിലാണെങ്കിലേ ഉള്ളൂ കേട്ടോ കാറും എടുത്തിട്ട് വരാനായിട്ട്. മഴയാണെങ്കിൽ ഇങ്ങനെ മഴയത്ത് ടൂ വീലറിൽ വരാനാണ് ഇഷ്ടം. പക്ഷേ വലിയ ഭീകര മഴയൊക്കെ ആകുമ്പോൾ റോഡൊക്കെ വെള്ളപ്പൊക്കം ആവും, അത് വേറെ കാര്യം. ഇതിപ്പോൾ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ ഉള്ളൂ, കുറച്ചുകൂടെ കഴിയുമ്പോഴുള്ളൂ കേട്ടോ ആ ബുദ്ധിമുട്ടൊക്കെ വരുന്നത്. എന്തായാലും ഞാൻ ടൂ വീലറിൽ വന്നു. വേദ പിണങ്ങിയാണ് കേട്ടോ വന്നത്. ടൂ വീലറിൽ വന്നു, സ്കൂട്ടറിൽ വരണ്ടായിരുന്നു, കാറിൽ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ കംഫർട്ട് നോക്കിയിട്ടാണ് ഞാൻ സ്കൂട്ടറും എടുത്തിട്ട് വന്നത്. കാറും എടുത്തിട്ട് വന്നാൽ ഒരു സ്ഥലത്ത് സമയത്ത് പോക്ക് നടക്കില്ല. മെയിനായിട്ട് എനിക്ക് സ്മാർട്ട് ബസാറിൽ ഷോപ്പിങ്ങിന് വരേണ്ട ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ സ്കൂട്ടറിൽ വന്നത് കേട്ടോ. അല്ല എങ്കിൽ കാർ എടുത്തിട്ട് വരത്തുള്ളായിരുന്നു. പക്ഷേ എല്ലായിടത്തും കൂടി പോകണമെങ്കിൽ എനിക്ക് സ്കൂട്ടറില്ലെങ്കിൽ പറ്റില്ല. അവിടെ കൊണ്ട് കാറിടണം, ഇവിടെ കൊണ്ട് കാറിടണം, അവിടെ നിന്ന് തിരിക്കണം, ഇവിടെ നിന്ന് തിരിക്കണം. അയ്യോ, വലിയ മെനക്കേടാ കേട്ടോ. അതുകൊണ്ട് ഞാനിന്ന് സ്കൂട്ടറിൽ വന്നു. നേരെ മഴയെല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം ഇട്ടിട്ട് വന്ന കോട്ടും ഹെൽമറ്റും എല്ലാം അവിടെ വച്ചിട്ട് വന്നു കേട്ടോ. സ്മാർട്ട് ബസാറിനകത്ത് തന്നെ അവിടെ ഒരു കൗണ്ടറിൽ കൊടുത്തിട്ടാണ് വന്നത്. കാരണം തിരിച്ചിറങ്ങുമ്പോൾ മഴയാണെങ്കിൽ സാധനങ്ങൾ ഇട്ടുകൊണ്ട് ഇറങ്ങാമല്ലോ. 2-3 പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുണ്ട്. കോട്ടെല്ലാം ഊരി സ്കൂട്ടറിൽ വെച്ചിട്ട് അകത്ത് കയറിയിട്ട് പിന്നെ ഇറങ്ങാൻ പറ്റാണ്ട് നിൽക്കും. ഇതിവിടെ തന്നെ വെച്ചിട്ട് വന്നു. അതുകൊണ്ട് പിന്നെ ഇറങ്ങുമ്പോൾ കോട്ട് വിട്ട് വേണമെങ്കിൽ ഇറങ്ങാമല്ലോ മഴയാണെങ്കിൽ. അങ്ങനെ ഞാൻ സ്ഥിരം സാധനങ്ങൾ, കുറച്ച് ഷാമ്പൂ, കണ്ടീഷണർ, അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ വാങ്ങാനായിട്ടാണ് വന്നിട്ടുള്ളത്. എപ്പോഴും ഇവിടെ കുറേ സാധനങ്ങൾ ഓഫേഴ്സ് ഇട്ടിട്ടുണ്ടാവും. 5-10 ആയിരിക്കും വില, കുറവെങ്കിലും കുഴപ്പമില്ലല്ലോ, വാങ്ങും. ഓഫർ കാണുമ്പോൾ ഞാൻ പെട്ടെന്ന് എല്ലാം വാങ്ങി ഇങ്ങനെ ട്രോളിയിൽ ഇടും. ഇട്ടിട്ട് വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ സെയിം സാധനം 2 മാസം മുന്നേ വാങ്ങിച്ചത് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരിക്കും കേട്ടോ. ഓർമ്മിക്കില്ല, വീണ്ടും വീണ്ടും വാങ്ങിച്ചിട്ടേ പോകും. വാങ്ങിച്ചിട്ട് ചെന്ന് ഈ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലത്ത് നോക്കുമ്പോഴാണ് അത് വീണ്ടും വീണ്ടും ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇപ്പോൾ സോപ്പൊക്കെ തീർന്നിട്ടുണ്ട്. ഞാൻ പിയേഴ്സ് സോപ്പാട്ടോ യൂസ് ചെയ്യുന്നത്. ആ സോപ്പെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സോപ്പ് എടുക്കണം. പിന്നെ എൻ്റെ കണ്ടീഷണർ കഴിഞ്ഞു, കണ്ടീഷണർ എടുക്കണം. പിന്നെന്താ, അങ്ങനെയുള്ള കുറേ അല്ലറ ചില്ലറ സാധനങ്ങൾ. പിന്നെ കുറച്ച് അവൽ വാങ്ങിക്കണം. നെയ്യ് വീട്ടിൽ തീർന്നു പോയി, നെയ്യ് വാങ്ങിക്കണം. നെയ്യ് സാധാരണ ഞാൻ ഉരുക്കി എടുക്കാറാണ്. പിന്നെ അഡീഷണൽ ഒരു ബോട്ടിലൂടെ വാങ്ങി വെക്കും. കാരണം പാല് വാങ്ങൽ കുറവാണെങ്കിൽ പിന്നെ നെയ്യ് എടുക്കൽ കുറവായിരിക്കും. അപ്പോൾ അഡീഷണൽ ഒരു ബോട്ടിൽ നെയ്യൂടെ വാങ്ങി വെച്ചാൽ അതങ്ങ് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെ നെയ്യ് എടുത്തു. പിന്നെന്താണ്, കുറച്ച് ബസുമതി അല്ലല്ലോ, കൈമ റൈസ് എടുക്കണമായിരുന്നു. കൈമ റൈസ്, ബസുമതി റൈസ് നോക്കി. എനിക്കിവിടെ നല്ലതൊന്നും നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെ നല്ല റൈസൊന്നും കണ്ടില്ല കേട്ടോ. അതുകൊണ്ട് അതെടുത്തില്ല. പിന്നെ പിയേഴ്സിൻ്റെ തന്നെ ഒരു ബോഡി വാഷ്, വേദയ്ക്ക് ബോഡി വാഷ് കേട്ടോ. അങ്ങനെ പിയേഴ്സിൻ്റെ തന്നെ ബോഡി വാഷ് എടുത്തു. കൊള്ളാവോ എന്നറിയത്തില്ല. അതാണ് വേദയും യൂസ് ചെയ്യുന്നത്. ഇത്രയും നാൾ വരെയും വേദ ബേബി സോപ്പാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ ഡോക്ടർ പറഞ്ഞു അത് ചേഞ്ച് ചെയ്തിട്ട് പിയേഴ്സ് യൂസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വേദയും പിയേഴ്സ് ആട്ടോ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. വേദയുടെ സ്കിൻ എന്ന് പറയുന്നത് കുറച്ച് ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ വേദയ്ക്ക് ഒരുമാതിരിയുള്ള സാധനങ്ങളെല്ലാം തേച്ചാൽ സ്കിന്നെല്ലാം ഡ്രൈ ആയി വല്ലാതെ ആവും കേട്ടോ. അപ്പോൾ കൂടുതലും ഡോക്ടർ പ്രിഫർ ചെയ്യുന്ന സാധനങ്ങളായിരിക്കും വേദയ്ക്ക് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത്. പിന്നെ റവ, പുട്ടുപ്പൊടി, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് ഞാൻ ബില്ല് ചെയ്യാൻ വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് വീഡിയോ ആണ്. അങ്ങനെ ഷോപ്പിങ്ങിന് വന്നപ്പോൾ ഒരു കുഞ്ഞ് ഷോപ്പിംഗ് വ്ളോഗായിട്ട് ഇടാനായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് വാങ്ങിയ സാധനങ്ങൾ, എൻ്റെ ഷോപ്പിംഗ് സാധനങ്ങളെന്ന് പറയാനായിട്ട്. ട്രോളി, വലിയൊരു ട്രോളി എടുത്തു. അതിൽ വളരെ കുറച്ച് സാധനങ്ങൾ എടുത്തു. പക്ഷേ ബില്ല് വന്നപ്പോൾ വലിയൊരു ബില്ല് വന്നു കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് ആകെ കൂടി വാങ്ങിയത്. ബില്ല് വന്നപ്പോൾ 2500 രൂപയായി. പിന്നെ വാങ്ങിയ സാധനങ്ങളെല്ലാം വില കൂടിയ സാധനങ്ങളായിരുന്നു കേട്ടോ. ഇപ്പോൾ ബോഡി വാഷ് ആണെങ്കിലും സോപ്പാണെങ്കിലും എല്ലാം ഒരു 300-400 റേഞ്ച് വരുന്ന സാധനങ്ങളാണ് ഇപ്പോൾ എടുത്തത്. പിന്നെ ബോഡി വാഷ്, പിന്നെ എന്താ എടുത്തത്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ കുറച്ച് റേറ്റ് കൂടി. അത് ലുലുവിൽ കയറിയാൽ ഇതാട്ടോ അവസ്ഥ. എടുക്കുന്ന സാധനങ്ങൾ കൂടിയ സാധനങ്ങളായിരിക്കും. എങ്ങനെ പോയാലും ലുലുവെന്ന് ഇറങ്ങുമ്പോൾ ഇതുപോലൊരു ബില്ല് വരാറുണ്ട് കേട്ടോ. എന്തായാലും ബില്ലെല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും മഴയ്ക്ക് ചെറിയൊരു ശമനമുണ്ട്. അങ്ങനെ ഞാൻ മഴയും നോക്കി നിന്നിട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം സ്കൂട്ടറിനകത്ത് കുത്തിഞ്ഞെരുക്കി വെച്ച ശേഷം നേരെ വേദ ഡാൻസ് ക്ലാസ്സിന് വിളിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. ഇത്രയുള്ള ഇന്നത്തെ വിശേഷം.